അമിതവണ്ണം കുറയ്ക്കുന്നതിന് സഹായിക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തിയുടെ റെസിപ്പിയാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. വളരെയധികം പോഷകങ്ങൾ നിറഞ്ഞ ഈ റാഗി സ്മൂത്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. റാഗി സ്മൂത്തി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു 2.5 ടേബിൾ സ്പൂൺ റാഗി പൊടി എടുത്തിട്ടുണ്ട്. ഇതിനെ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൺ ചെയ്ത് വെക്കാനായിട്ട് മറക്കരുതേ. 2.5 ടേബിൾ സ്പൂൺ റാഗി പൊടി ഈ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് മിക്സ് ചെയ്യുന്നതിന് ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സാധാരണ പച്ചവെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിനെ കട്ടയൊന്നും ഇല്ലാതെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തിയാണ്. രാവിലത്തെ നിങ്ങളുടെ ഒരു ദിവസം തുടങ്ങുന്നതിന് വളരെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ മിസ് ചെയ്യാതെ ഫുള്ളായിട്ടും കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഒട്ടും കട്ടയില്ലാതെ നമ്മളിതിനെ നന്നായിട്ട് അലിയിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ഞാൻ 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ഒരല്പം കൂടിയാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് അതൊന്ന് ചെറുതായിട്ട് ചൂടായി തുടങ്ങുമ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു റാഗിയുടെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. വെള്ളം ജസ്റ്റ് ഒന്ന് തിളച്ച് തുടങ്ങുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് മീഡിയം ടു ലോയിലേക്ക് ആക്കി കൊടുക്കുക. കാരണം പെട്ടെന്ന് വെള്ളം വറ്റിപ്പോയാൽ ഈ പൊടി നന്നായിട്ട് നമുക്ക് വെന്ത് കിട്ടില്ല. കുറുകി തുടങ്ങുമ്പോൾ നല്ലൊരു ഗ്ലേസിങ് ഉണ്ടാവും. ഈ ഒരു റാഗിയുടെ മിക്സിന് നന്നായിട്ടിപ്പം ഇത് കുറുകി വന്നിട്ടുണ്ട്. ഈ പാകത്തിനെത്തുമ്പോൾ അത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുക. നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് നമ്മളിത് അരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിതിന് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു റോബസ്റ്റ പഴം, നന്നായിട്ട് പഴുത്ത ഒരു പഴം നമ്മളിതിലേക്ക് കഷണങ്ങളായിട്ട് മുറിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് ആപ്പിൾ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് മധുരത്തിന് വേണ്ടിയിട്ട് സാധാരണ ഡയറ്റ് ചെയ്യുന്നവരല്ലാത്തവരാണെങ്കിൽ ഒരു പീസ് ശർക്കര കൂടെ ചേർത്ത് ഒന്ന് കുറുക്കിയെടുക്കാം. ഇതിലേക്ക് ഞാൻ മധുരത്തിന് വേണ്ടിയിട്ട് 4 ഡേറ്റ്സും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ കുതിർത്ത ചിയ സീഡും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ ഫ്ലാക്സ് സീഡും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇത്രയും നമ്മളിതിലേക്ക് ചേർത്തു. ഇനി ഞാനിത് അരച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് 1 കപ്പ് ലോ ഫാറ്റ് മിൽക്കും ചേർക്കുന്നുണ്ട്. അതിന് പകരം ചൂടുവെള്ളം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ തണുത്ത വെള്ളവും ചേർത്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ നല്ല സ്മൂത്തായിട്ട് അടിച്ചെടുത്ത് നമ്മളുടെ സ്മൂത്തി ഗ്ലാസ്സിൽ സെർവ് ചെയ്തു. അതിൻ്റെ മുകളിൽ കുറച്ച് സോക്ക് ചെയ്ത ചിയ സീഡും കുറച്ച് ഫ്ലാക്സ് സീഡും ഇട്ട് കൊടുക്കുന്നുണ്ട്. നട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നട്ട്സ് ആണെങ്കിലും ചേർത്ത് കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാവുന്ന ഈ ഒരു സ്മൂത്തിയുടെ റെസിപ്പി വളരെ അധികം വെയ്റ്റ് ലോസിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും ബൈ. അസ്സലാമു അലൈക്കും.